ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിതാ നമ്മള് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്വീറ്റ്സ് റെസിപ്പിയാണ്. നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പം നമ്മളെ വീട്ടിലുള്ള ചെറിയ 2-3 എപ്പോഴും നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളി ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇതൊരു ബംഗാളി സ്വീറ്റ്സ് ആണ്. നമ്മളെ ഗുലാബ് ജാം ഒക്കെ പോലെ തന്നെ അതുപോലെ റവ വെച്ചിട്ട് ചെയ്യുന്നത്. റവയും ഇത്തിരി പാലും കുറച്ച് പഞ്ചസാരയും ഇത് മാത്രം മതി. നമുക്ക് അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഗുലാബ് ജാമിനേക്കും ഇഷ്ടമായത് ഇതിന്റെ ടേസ്റ്റ് ആട്ടോ. കഴിച്ചിട്ട് ഇതിന്റെ ശരിക്കും ഉള്ള പേര് എന്ന് പറഞ്ഞാല് റോസ് ബറ എന്നാണ്. നമ്മൾ ഗുലാബ് ജാം രസഗുള എന്നൊക്കെ പറയുന്ന പോലെ റോസ് ബറ എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് റവ വെച്ചിട്ട് പേരൊന്നും നോക്കണ്ട, നമുക്ക് റവ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇതാ നമ്മുടെ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിതാ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നിറയെ നമ്മളെ നെയ്യ് ഇട്ട് കൊടുക്കുകയാണേ. ഇനിതാ നമ്മുടെ നെയ്യൊക്കെ അങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണേ. 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഈ നെയ്യിൽ. ചെറിയ തീയിലേ വെക്കാവുക, ഇല്ലെങ്കിൽ റവ കരിഞ്ഞു. ഇതാ നമ്മുടെ റവ ഒക്കെ നെയ്യിൽ നന്നായിട്ട് വറുത്തിട്ട് ആ നല്ലൊരു മണം വന്നു തുടങ്ങി റവന്റെ. ഇനി ഞാനിതാ ഒരു 1/4 കപ്പ് നോർമൽ ടെമ്പറേച്ചർ ഉള്ള പാലായാലും ചെറിയ ചൂടുള്ള പാലായാലും കുഴപ്പമില്ലേ, കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെ. ഒരു 1/4 കപ്പ് പാലാണ്. ഇനി എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ റവനെ ഇതില് പാല് ഫുള്ള് റവ അബ്സോർബ് ചെയ്യണം. ഇതാ നമ്മുടെ പാലൊക്കെ റവ ഇങ്ങനെ കുടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട്. തീ കുറച്ചേ വെക്കാതെ കുടിച്ചിട്ട് ഈ പാത്രത്തിൽ നിന്ന് വിട്ടു പോകുന്ന ഒരു പരിവാണ്. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, പെട്ടെന്നാവും അങ്ങനെ പാല് പെട്ടെന്ന് ഈ റവ കുടിച്ചെടുക്കും. പാലിന്റെ അളവ് മാറിപ്പോണ്ടേ. 1/4 കപ്പ്. ഇതാ നന്നായിട്ട് നമ്മളെ പാലൊക്കെ ഈ കംപ്ലീറ്റ് ഇത് വലിച്ചെടുത്തു. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. തീ ഓഫ് ചെയ്തു കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് അടച്ചേക്കാം. അപ്പൊ നമ്മളെ റവക്കൊന്ന് നന്നായി സോഫ്റ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. നമ്മളെ സീഡ്സ് ഡിപ്പ് ചെയ്ത് വെക്കാൻ. നമ്മളെ എന്താ പറയാ, ഗുലാബ് ജാമിനൊക്കെ പോലുള്ള അതേ ഒരു സീഡ്സ് ആണ്. അപ്പൊ നമ്മളിതാ ഞാൻ ഒരു പാത്രം വെച്ചിട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഇതാ നമ്മുടെ പഞ്ചസാര ഒക്കെ നന്നായി ഉരുകി തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ആ കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, എന്നാലും ഒന്ന് കുറുകി വരണം കേട്ടോ. ഇനിയിപ്പോ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തെടുക്കാണേ, ആ വെള്ളം പുളിയൊന്നും ഇല്ലാതിരിക്കാൻ. ഇതാ ഒരു പിഞ്ച് ഏലക്കാപ്പൊടി ചേർത്തെടുക്കാണേ. ഏലക്കന്റെ കുരു ഒന്ന് ചതക്കിയതാണ്. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ മതി, ഇതിട്ടാൽ ഒരു നല്ലൊരു കളറായിരിക്കും. ഇതിനാണ് ഇത്തിരി കുങ്കുമം 2-3 ഞാൻ വെറുതെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു ഓറഞ്ച് കളർ വരുമല്ലോ നമ്മളെ ഷുഗർ സിറപ്പിന്. ഇനി ഇതാ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. അത് നമ്മള് ഇത് തണുത്ത് കഴിയുമ്പോൾ പഞ്ചസാര വീണ്ടും ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പഞ്ചസാര ചെറുനാരങ്ങ ഒഴിച്ചാൽ അത് ഉണ്ടാവില്ല. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ റോസ് വാട്ടർ വേണമെങ്കിൽ ചേർക്കട്ടോ. അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ കുങ്കുമം ഓൾറെഡി ചേർത്തിയല്ലോ. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഇതാ ഞാൻ ഓഫാക്കിട്ടോ. ഈ ഒരു രൂപത്തിൽ മതി, അധികം കട്ടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു കട്ടി നമുക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഫീൽ ചെയ്യും. ആ ഒരു രീതിയിൽ മതി. ഇനി നമ്മളെ ഷുഗർ സിറപ്പ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ച റവ അല്ലേ, അത് ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് കുഴച്ചെടുക്കുന്നത്. ഇതാ ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നമ്മളെ പാൽപ്പൊടി മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണേ. അതുപോലെ തന്നെ ഒരു ഇത്തിരി ഏലക്കാപ്പൊടി. ഇനി ഇതാ ഒരു പിഞ്ച് നമ്മളെ ബേക്കിംഗ് സോഡ പൗഡർ ചേർത്ത് കൊടുക്കട്ടെ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ കുഴയ്ക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി ഒരു ടേബിൾ സ്പൂണോ 1-2 ടേബിൾ സ്പൂണ് പാൽ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കണേ. ഒരു
6-7 മിനിറ്റ് 6-8 മിനിറ്റ് കുഴക്കേണ്ടി വരും. നന്നായി നമ്മൾ എന്ന് വെച്ചാൽ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കുമ്പോൾ ക്രാക്ക് വീഴാൻ പാടില്ല. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് കുഴക്കണം. ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തു. ഞാൻ പിന്നെ 2 ടേബിൾ സ്പൂൺ കൂടി പാലൊഴിച്ചിട്ടുണ്ടായി കേട്ടോ കുഴക്കുന്ന സമയത്ത്. അത് ആദ്യം ഒഴിക്കാതിരുന്ന എന്താണെന്നറിയാം, ചില റവ ഓരോ ടൈപ്പ് ആയിക്കും ഓരോ റവയും. അപ്പം ആദ്യം തന്നെ നമ്മളങ്ങ് ആ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ ചിലപ്പോൾ അങ്ങ് ലൂസായി പോകും. അതുകൊണ്ട് ആണ് ഞാൻ പറയുന്നത് ആദ്യം 3/4 കപ്പ് ഒഴിച്ചിട്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഇതാ നമ്മൾ ഗുലാബ് ജാമുനൊക്കെ തയ്യാറാക്കും പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കാം. കണ്ടോ, നന്നായിട്ട് കുഴച്ചാൽ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഒന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ ഇതുപോലെയുള്ളത് കിട്ടും. നിങ്ങൾക്ക് വലുതോ ചെറുതോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എല്ലാം ആക്കിയുണ്ട് കേട്ടോ. ഇതുപോലെ അതാ ഒരു ബട്ടനൊക്കെ പോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. ഗുലാബ് ജാമുനൊക്കെ പൊരിക്കും പോലെ എല്ലാ ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതേ ഒന്ന് പൊരിച്ചെടുക്കേ. ഇനി ഇതാ ഞാനൊരു ഫ്രൈ പാനിൽ നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുങ്ങി പൊരിക്കാൻ മാത്രമുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ കിട്ടണം കേട്ടോ. ഞാൻ കരിയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഇത് ഇതിൽ നിന്ന് കോരി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കട്ടെ. ഇതാ ഇനി ഞാൻ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് ഇനി ഇതിന്റെ മേലേക്ക് നന്നായിട്ട് ആക്കി കൊടുക്കണം കേട്ടോ. ഇത്രേ ഉള്ളൂ. നല്ല സിമ്പിളാണ്. നമ്മൾ പൊരിക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടോടെ പൊരിക്കണേ, അല്ലെങ്കിൽ റവ ആണ് ചൂട് കുറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് തണുപ്പിച്ച് കഴിക്കാം. ഒന്ന് ചൂട് ഒരു 2 മണിക്കൂറെങ്കിലും ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കണേ. അപ്പേ കംപ്ലീറ്റ് ഇത് അങ്ങോട്ട് വലുതാവുള്ളൂ. ഇതുപോലെ ഞാനിപ്പോ ഈ പാത്രം ഒന്ന് ചെരിച്ച് വെച്ചാട്ടോ, ഇത് സൈഡിൽ വെച്ചാണ്. അപ്പൊ ഇങ്ങനെ മുങ്ങിക്കിടക്കല്ലോ, പരന്ന് കിടക്കാതെ ഇതുപോലെ നിക്കണം കേട്ടോ. നമ്മുടെ സീഡ്സ് ഒക്കെ നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് മുങ്ങിക്കിടക്കണേ. അപ്പൊ ഇതാ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടോ. ഇത് കൂടുതൽ വെക്കണേ അത്രയും നല്ലതാണ്. ഞാനിപ്പോ 2 മണിക്കൂർ കഴിഞ്ഞു എടുത്തു. നല്ല നമ്മൾ രാവിലെ ഉച്ചക്ക് എടുക്കാനുള്ളതാണ്, രാവിലെ ഒക്കെ ചെയ്താൽ മതിയേ. അപ്പൊ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാ കണ്ട. നമുക്ക് ഇത് കൂട്ടിയിട്ട് കഴിക്കാൻ എന്താ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.